കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ടാവും ലന്തക്കാരും പറങ്കികളും തൊട്ട് കൊങ്ങിണികൾ വരെ ഇങ്ങോട്ട് പോകുന്നത്. ലോകത്തിന്റെ ഒരു സ്പെസിമെൻ എടുക്കണമെങ്കിൽ ദേ ചുമ്മാ ഒരു ക്യാമറ കൊച്ചിയുടെ മുകളിൽ വെച്ചാൽ മതി. ഈ വീടുകൾക്കൊക്കെ കൊച്ചിയുടെ ചരിത്രത്തോളം പഴക്കമുണ്ട്. പണ്ടൊക്കെ ഒരുപാട് ജീവിതങ്ങൾ ആടിയും പാടിയും ശരിക്കും ആഘോഷിച്ചിരുന്ന ഈ വീടുകളിലൊക്കെ ഇപ്പൊ ഒന്ന് ഉറക്കെ ഒച്ചയിടാൻ പോലും കെൽപ്പില്ലാത്ത കുറെ കിളവന്മാരും കിളവികളും മാത്രമേ ഉള്ളൂ. ഇത്തരം വീടുകളാണ് ഇന്റർസ്റ്റേറ്റ് മോഷണ സംഘങ്ങൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത്. ഈ മേരി ടീച്ചറിന്റെ കുടുംബം പണ്ട് വരാപ്പഴയെന്ന് കൊച്ചിയിലേക്ക് വന്നവരാ. ടീച്ചറിന്റെ അപ്പൻ ജോൺ കുരിശിങ്കൽ വലിയ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. കുർബാനയ്ക്ക് കൊടുക്കുന്ന വീഞ്ഞ് പോലും തൊട്ട് നാവിൽ വെക്കാത്ത തനി ഗാന്ധിയൻ. പുള്ളിക്കാരന്റെ ഭാര്യ ഒരു മദാമ്മയായിരുന്നു, ഫ്രഞ്ചുകാരി. ആദ്യ പ്രസവത്തോടെ അവരങ്ങ് മരിച്ചു. പിന്നെ അങ്ങേര് കെട്ടാനൊന്നും പോയില്ല. ഈ മേരി ടീച്ചർ കുറെ കാലം പുറത്തെങ്ങാണ്ട് പഠിക്കാൻ പോയിരിക്കുവായിരുന്നു. അപ്പൻ ചാകുന്ന മുമ്പ് അവരിങ്ങ് തിരിച്ചു പോകും. ഇവര് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പനെ പോലെ സാമൂഹ്യ പ്രവർത്തനമായിരുന്നു ഇവരുടെയും പണി. സ്വന്തമായിട്ടൊരു ഓർഫണേജ് ഒക്കെ നടത്തുന്നുണ്ട്. അയാളാരാ? ഡോക്ടർ വേണു. ടീച്ചറിന്റെ നെയ്ബറും ഫാമിലി ഫ്രണ്ടും ഒക്കെയാ. അത് ഡോക്ടറുടെ മകള് ഗൗരി. ഡിഗ്രിക്കോ മറ്റോ പഠിക്കുക. നേരത്തിയല്ല. ഈ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കയറി ഇടപെടുന്ന ചില സാമൂഹ്യ പ്രവർത്തകരില്ലേ, അവരെയൊക്കെ കുഴപ്പമായിരുന്നു ഈ മേരി ടീച്ചർ. ഇവർക്കാണെങ്കിൽ തന്തയും തള്ളയില്ലാത്ത കുറെ തെണ്ടിപ്പിള്ളേരെ ഉദ്ധരിച്ച് ലോകം നന്നാക്കാവുന്നൊരു മോഹം ഉണ്ടായിരുന്നു. വർഷങ്ങളായി ഇങ്ങനെ കുറെ പിള്ളേരെ എടുത്തു വളർത്തി ഓഫണേജ് വഴി ദത്ത് കൊടുക്കലായിരുന്നു ഇവരുടെ പ്രധാന ഏർപ്പാട്. ഇനി അതിലേതെങ്കിലും തന്തയില്ലാത്തവരാണ് ഇവർക്ക് പണി കൊടുത്തെന്ന് ആർക്കറിയാം. ഫ്യൂണറൽ ഇന്ന് തന്നെ ഉണ്ടോ? എഡ്ഡി ഒന്നും പറഞ്ഞില്ല. എഡ്ഡി എന്ത് തീരുമാനിച്ചു? കുറച്ചു നേരം കൂടെ നോക്കാം, എത്തിയാലോ. ഇനിയിപ്പോ വെയിറ്റ് ചെയ്യണ്ട. അവനാരാ? അത് എഡ്ഡി, ടീച്ചറിന്റെ രണ്ടാമത്തെ മകനാ. ഓ, ടീച്ചർ ഈ തെണ്ടിപ്പിള്ളേരെ വളർത്തുന്ന ഇടയില് ചിലരൊന്നും ഇവരെ വിട്ടു പോയില്ല. ടീച്ചറാണെ സ്വന്തം വീട്ടിൽ വരെ കൊടുത്ത് അവരെ മക്കളെ പോലെ അങ്ങ് വളർത്തി. അതിലൊരുത്തനായ ഇവൻ എഡ്ഡി ജോൺ കുരിശിങ്കൽ. ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഇവനായിരുന്നു. ഈ എഡ്ഡി ചെറുപ്പത്തിലെ മഹാ അറമ്പറപ്പായിരുന്നു. ടീച്ചറിന്റെ ഈ വന്ന ശേഷമാ ഒന്ന് ചൊവ്വായത്. എന്താ വേണ്ട പണി? ബിസിനസ്സാ. ഓ, ഈ സായിപ്പന്മാർക്ക് ജ്യൂസും കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കഫേ വീട്ടിൽ തന്നെ നടത്തുന്ന.
അത് ബിജോ, ഇളയ ചക്കനാ, ബാംഗ്ലൂരിൽ പഠിക്കുക. ഇവ മലയാളിയല്ലേ? തനി ഗുജറാത്തി. പണ്ട് കൊച്ചിയിലുണ്ടായ കലാപത്തില് ഇവന്റെ തന്തയും തള്ളയൊക്കെ കത്തിപ്പോയി. ഇവൻ മാത്രമാണ് ബാക്കി വന്നേ. ടീച്ചർ അവനെ അങ്ങ് വളർത്തി. എടേ, എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഇവനപ്പോ കുഴപ്പക്കാരനല്ല. തെണ്ടിപ്പിള്ളേരുടെ കൂടെ അല്ലേ വളർന്നത്, തൊട്ടിത്തരം കാണാതിരിക്കുവോ? ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടെ ഉണ്ട്. ഒരുത്തൻ അവൻ ഈ സിനിമ സ്റ്റണ്ട് ആർട്ടിസ്റ്റാ. അവനിടയ്ക്ക് തള്ളയെ വന്ന് കണ്ടു പോകാറുണ്ട്. ആളൊരു റോമിയോയാ. പിന്നെ മൂത്തൊരുത്തൻ. അവനെങ്ങനെ കുഴപ്പക്കാരനാ? ഉഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാ നമുക്ക് പണിയാ. ഇവനാരാ? ബിലാൽക്ക. ബിലാൽ ജോൺ കുരിശിങ്കൽ. ഒരു കുത്തുകേസിൽപ്പെട്ട അകത്തായിരുന്നു. അന്ന് ഇവിടെ വിട്ടതാ. അപ്പൊ ഇവൻ പ്രശ്നമാണ്. ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റില്ല. മെരുങ്ങാൻ വിഷമമുള്ള ഇനമാണ്. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ബിലാൽ എവിടെ നിന്ന് വന്നെന്ന് ആർക്കും അറിയില്ല. ഒരു ദിവസം ബിലാൽ കൊച്ചിയിലുണ്ടായിരുന്നു. ടീച്ചറിന് ഏറ്റവും ഇഷ്ടം ബിലാലിനെയായിരുന്നു. ടീച്ചറിന്റെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് ഇവൻ അവരുടെ ഗുണ്ടയാവുന്ന ലൈനിലെത്തിയപ്പോ അവര് തന്നെ ഇവനെ ഇവിടുന്ന് തല്ലിയിറക്കി വിട്ടത്. ബിലാൽ ആൾ അഹങ്കാരി, എടുത്തിയാട്ടക്കാരനൊക്കെ ആയിരിക്കും. പക്ഷേ ഹൃദയത്തിൽ നന്മയുള്ളവനാണ്. താനീ ക്രിമിനൽ.
ബിലാലിനെ ഒന്ന് പരിചയപ്പെടാം. എന്തിനാ സാറേ വെറുതെ? ബിലാൽ, എന്തായാലും പാവപ്പെട്ട ടീച്ചറിന്റെ ശവടക്കണമെങ്കിൽ നിനക്ക് വരാൻ പറ്റിയല്ലോ. ശവടക്കിന് മാത്രം വന്നാണെന്ന് ജോർജിനോട് ആരാ പറഞ്ഞത്? ഹായ് ബിലാൽ, ഐ ആം ബാലാജി, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇറ്റ്സ് ഓൾ ഇൻ കൺട്രോൾ. വിറ്റ്നസിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അത് ഒരു മോഷണ ശ്രമമാണ്. അല്ല സാറേ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവനോടൊക്കെ? ചില പട്ടികൾ കടിക്കും, ചിലത് കുറയ്ക്കും, ചിലത് കാക്കിയിടും. വെറുതെ എന്റെ കൈ കൊണ്ട് നേർച്ചയിടിക്കില്ലേ ജോർജ്? അല്ല മിസ്റ്റർ ബിലാൽ, ഞാൻ പറയുന്നത് ദൈവത്തിനെ പോലെ കരുണയുള്ള മേരി ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഒന്നും മോട്ടിക്കേണ്ട കാര്യമില്ലെന്ന് ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. ബിലാൽ നീ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളോട് പോലെയല്ലേ? വാ സാറേ, ഇവനൊക്കെ. സാറേ ജോർജേ, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ. ഇതൊന്നും ഒരു കാര്യമാക്കണ്ട. എടീ, എടി, എന്റെ സെലീന, ഞാനൊരു പ്രശ്നത്തിന് പോവില്ല. ബിലാലിന്റെ സ്വഭാവം ഇതാ. നീ പിള്ളേരും കൂടി വീട്ടിലേക്ക് പോകും, ഞാനങ്ങ് വന്നോളാം. ഭായ് ഭായ്, ഞാൻ പൊള്ളാച്ചിയിലെ ഷൂട്ടിലായിരുന്നു. വിവരം അറിഞ്ഞപ്പോൾ ലേറ്റായി പോയി. അതാ. സിനിമക്കാർ നിന്റെ അണ്ണാക്കി ചോറ് തള്ളി തരുന്നതിന് മുമ്പ് നീ മുരുകൻ ജോൺ കുരിശങ്കൻ എങ്ങനെ ആയിത്തീർന്നു ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാ. പോട്ടെ ബിലാലെ. എന്ത് പോട്ടെ? നീ ബോംബെയിൽ വിവരം വിളിച്ച് പറയുമ്പോൾ ഞാൻ ചിക്കമംഗലൂരാ. എനിക്ക് വരാമെങ്കിലാ. ഇതെപ്പോ സംഘടിപ്പിച്ചു? നീ എപ്പത്തി? ഉച്ചക്കെത്തി. നീ ഒന്ന് പോയി ഫ്രഷാകും. ഞാൻ ടീച്ചറിൻ്റെ മുറി കാണും. വാങ്ങോ സാർ. അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ ജോർജ്. ജോർജ് സാറ് പണ്ടേ ഇങ്ങനെ ഞങ്ങളെയൊക്കെ കാണുമ്പോ ഭയങ്കര നാണമാ. ജോർജ് സാർ, ഇരിക്കു സാറേ. താങ്ക് യു. കൈക്ക് എന്ത് പറ്റി? എന്ത് പറയാനാ, പിള്ളേരുടെ കൂടെ ഒന്ന് പന്ത് കളിച്ചതാ. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? ബിലാലിന്റെ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. ഓ, അത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതാ. വണ്ടിയുടെ കുറെ പെയിന്റും പോയി, ഞാൻ കുറെ ചീത്തയും കേട്ടു. കൈക്ക് മാത്രം പറ്റിയുള്ളൂ? വന്ന കാര്യം പറ. ഇന്നലെ ഇവിടെ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. ഓൺ ദ സ്പോട്ടിലെ വണ്ടിയിൽ എണ്ണ തീർന്നു. മഹാരാഷ്ട്ര വണ്ടിയാണ്. ഈ നമ്പർ വല്ല പരിചയമുണ്ടോ? ഓ, അതല്ല, ബിലാൽ ബോംബെയിലാണല്ലോ. തമിഴ്നാട്ടിൽ നിന്നൊരു വണ്ടി ഇവിടെ വന്ന് പുകയായി പോയ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞ് സാറിന് വീട്ടിലോട്ട് വരുമോ? ഇനി ഒരുത്തനെ പോക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെല്ല്. ബോംബെ ജയന്തിക്ക് വന്നിറങ്ങുന്ന ഏതെങ്കിലും ഒരുത്തനെ തപ്പ്. ബാലാജി സാർ ആള്
ഏതവനാണെങ്കിലും 24 മണിക്കൂറാകും പൊക്കിയിരിക്കും. ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് ദിവസം എത്രയായി? താനൊക്കെ എന്താ ഉണ്ടാക്കിയത്? ഡാടാ ചുമ്മാ ഒന്ന് വിരിയാടാ ചക്ക. ജോർജെ, വണ്ടി കത്തിയ നമ്പർ പ്ലേറ്റ് എങ്കിലും കിട്ടും. വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറണം. ടീച്ചർ അതാ ഞങ്ങളെ പഠിപ്പിച്ചത്. തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ മാത്രം പോരാ, വീട്ടിൽ വരുന്നവരും അങ്ങനെ പെരുമാറണം. ബിലാൽ, ടീച്ചറിന്റെ മർഡർ, ഈ ആക്സിഡന്റ് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു സംശയം. ഓ, എനിവേ ബിലാൽ, see you soon. ജോർജ്, ഏ? ഓ, ആ. ഓ, അല്ല ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാൽ മതി, ഇടയ്ക്ക് ഒരു പിടിയൊക്കെ വെക്കണ്ടേ? ഓക്കെ ബൈ. തൊപ്പി നേരെ വെക്കടോ. ആ, ഓ, ആ താക്കോലിങ്ങെടുക്ക്. സാറന്മാര് മണത്തവിടെ ചെല്ലുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. മുരുക, നിനക്കല്ലേലും നിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. എന്റെ റിമി, ഞാൻ പറയുന്നു, നീ ഒന്നും പറയണ്ട. ഞാൻ റെഡി, പോവാം. ഞങ്ങളിപ്പോ വരാം, നീ ഇവിടെ ഒന്ന്. എന്താടാ? ഒന്നുമില്ല. അത് നമ്മുടെ ടോമി ചാനല്ലേ? അയാളെന്തിനാ പോസ്റ്റർ പിടിച്ചു കുലുക്കുന്നത്? എടാ നിങ്ങളായിരുന്നു എന്നെ കൊല്ലാന്ന് വിചാരിച്ചോടാ. ചാവി എടുക്കടാ, ചാവി എടുത്താടാ നീ. എന്റെ കൂടെയുള്ള ഈ ജെന്റിൽമാൻ ആരാണെന്നറിയോ? ഡോക്ടറെ, ഗൈനക്കോളജിസ്റ്റ്. വണ്ടി എടുക്കടാ, ഡോക്ടറെ നാളെ കാണാം. എനിക്ക് അവളെ അവനെ ഒന്ന് കാണണം. ഞാൻ അവരുടെ തന്തയാണെന്നുള്ളോ പറയണേ. നീ ചാവി എടാ, അണ്ടർവേൾഡ് മുഴുവൻ എന്റെ കയ്യിലാ. നിനക്കറിയോ? ദാവൂദ് ഇബ്രാഹിം, ഹാജി മത്താൻ, ചോട്ടാ ഷക്കീല, പട്ടണ റഷീദ്, പട്ടണ അവര് പ്രതീക്ഷ. ഈ വണ്ടിയിലെ യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു ഡോക്ടറെ പരിചയപ്പെടുത്തിയെന്നില്ലേ? ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജോസ്. അയാൾ രാഷ്ട്രപതിയിൽ നിന്ന് വെള്ളി മെഡൽ മേടിച്ചിട്ടുള്ള ആളാ. നീലക്കൊയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അപ്പൊ വെള്ളടി ഉണ്ടല്ലേ? ഞാൻ ഇപ്പൊ വരാം. നീ ചാവി ഇങ്ങോട്ട് തന്നെ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ. ചാവി തരാം. ഡോറ് തുറക്കാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ലടാ ഈ ടോമി പാറേക്കാടൻ. ചുള എണ്ണിത്തന്ന് എന്നെ വിലക്കെടുക്കാമെന്ന് വിചാരിച്ചോടാ. ടോമിച്ചായോ, പിള്ളേര് കാണിച്ചത് ബോറായിപ്പോയി. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങ് മറന്നേക്ക്. ഞാനത് എപ്പോഴും മറന്നു, ഇനിയും മറക്കാം. ഇനി മുതൽ റിമി ടോമിയുടെ മകളല്ല, ടോമി റിമിയുടെ അപ്പനും അല്ല. അല്ലേ ടോമിച്ചാ, വീട്ടിൽ കയറിട്ട് പോവാം. ഇല്ല, ഞാനില്ല. അങ്ങോട്ട് വന്ന മോള് വഴക്ക് പറയും. ഗുജറാത്തി മോനെ. തോക്ക് കൈവശം വെച്ചാ കുഴപ്പമില്ല, ഉണ്ട കയ്യില് വെച്ചാ കുഴപ്പാ. പോട്ടെ. വണ്ടിയെടു. റിമി, റിമി.